ഹായ്, ഞാൻ Adeeb. Redmi ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് ഫോൺസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Redmi 11 Prime 4G, Redmi 11 Prime 5G എന്നുള്ള ഫോൺസാണത്. ഈ ഫോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ Redmi 11 Prime 4G, 5G ഈ രണ്ട് ഫോൺസും എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ്. ചിപ്സെറ്റിൽ മാത്രമാണ് ഈ രണ്ട് ഫോൺസും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലുള്ള ഡിസൈൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കാം. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 240 ഹെർട്സിൻ്റെ ടച്ച് ഡൈനാമിക് റേറ്റും കൊടുത്തിട്ടുണ്ട്. കോർണിംഗ് ഗോറില്ലാസിൻ്റെ 3 പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത്. 500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. ഈ ഫോണിൻ്റെ 4G വേരിയന്റിൽ MediaTek Helio G99 പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 6 നാനോമീറ്റർ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സറാണ്. Mali G57 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU. Redmi 11 Prime 5G വേരിയന്റിൽ നോക്കുകയാണെങ്കിൽ MediaTekന്റെ Dimensity 700 പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. Mali G57 ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന GPU. പിന്നെ ഈ ഒരു ഫോണിൽ 7 5G ബാൻഡ്സിന്റെ സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ രണ്ട് ഫോൺസിലും LPDDR4X RAM ടൈപ്പാണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. 5000 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഈ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 200 ഗ്രാം ആണ്. ഈ ഒരു ഫോണിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ ഫോണിന്റെ ബോക്സിന്റെ കൂടെ നമുക്ക് 22.5 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 വരുന്നത്. MIUI 13 ആണ് ഇതിന്റെ യൂസർ ഇന്റർഫേസ്. ഈ ഫോണിന്റെ ബാക്ക് സൈഡിലായിട്ട് 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസുമാണ് വരുന്നത്. 4G വേരിയന്റിൽ നോക്കുകയാണെങ്കിൽ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും കൂടി വരുന്നുണ്ട്. ടോട്ടലായിട്ട് 4G വേരിയന്റിൽ 3 ക്യാമറാസും 5G വേരിയന്റിൽ 2 ക്യാമറാസാണ് വരുന്നത്. 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും വേസ്റ്റ് ആണ്. യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറ 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അത് രണ്ട് ഫോണിലുണ്ട്. ബാക്കിയുള്ള ക്യാമറന്റെ കൗണ്ട് നിങ്ങൾ കണക്കാക്കുകയേ വേണ്ട. പിന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഫൈനൽ നമുക്ക് ഈ ഫോൺസിന്റെ കളറും പിന്നെ പ്രൈസിനെ കുറിച്ച് നോക്കാം. Redmi 11 Prime 4G എന്നുള്ള വേരിയന്റ് 3 കളർ വേരിയന്റിലാണ് വരുന്നത്. ഗ്രീൻ, ബ്ലൂ, പർപ്പിൾ. ഈ ഫോൺ 2 സ്റ്റോറേജ് വേരിയന്റിലാണ് വരുന്നത്. 4GB 64GB വേരിയന്റിന് 12,999 രൂപയും 6GB 128GB വേരിയന്റിന് 14,999 രൂപയുമാണ് വരുന്നത്. Redmi 11 Prime 5G 3 കളർ വേരിയന്റിലാണ് വരുന്നത്. ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക്. ഈ ഫോണും 2 സ്റ്റോറേജ് വേരിയന്റിലാണ് വരുന്നത്. 4GB 64GB വേരിയന്റിന് 13,999 രൂപയും 6GB 128GB വേരിയന്റിന് 15,999 രൂപയുമാണ് വരുന്നത്. ഈ ഫോണിന്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 9 തീയതിയാണ്. ഈ ഫോൺസ് നമുക്ക് ആമസോൺ വഴിയാണ് വാങ്ങാൻ സാധിക്കുക. പിന്നെ മീ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇനി എല്ലാവർക്കുള്ള സംശയമാണ് Redmi 11 Prime 4G വാങ്ങണോ അതോ Redmi 11 Prime 5G വാങ്ങണോ എന്നുള്ളത്. നിങ്ങൾ Redmi 11 Prime 4G വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേ ഫോണ് പോക്കോ M5 എന്നുള്ള പേരിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ Redmi 11 Prime 4Gനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 500 രൂപ പ്രൈസ് കുറവാണ് പോക്കോയുടെ M5 എന്നുള്ള മോഡലിന്. അപ്പോൾ നിങ്ങൾക്ക് 500 രൂപ ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം ഫോൺ പോക്കോയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഈ പോക്കോ M5ന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇടുന്നതിന്റെ തൊട്ട് മുമ്പ് ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. ഇനി നിങ്ങൾക്ക് പോക്കോ ഫോൺ വേണ്ട, Redmi 11 Prime 4G വാങ്ങണോ 5G വാങ്ങണോ എന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ 5G വേരിയന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം 4G വേരിയന്റും 5G വേരിയന്റും തമ്മിൽ 1000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. നിങ്ങൾ എക്സ്ട്രാ 1000 രൂപ കൊടുക്കാൻ നിങ്ങൾക്കൊരു 5G ഫോൺ കിട്ടും. ഇനി ഫ്യൂച്ചറിൽ 5G വരാൻ പോവുകയാണ്. ഇപ്പം നിങ്ങളൊരു 1000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് നിങ്ങൾ നോക്കാണ്ട് ഈ ഒരു 5G വേരിയന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഈ ഒരു ഫോണിൽ 5G യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ 5G വേരിയന്റ് എടുക്കുക. ഫോണിന്റെ ഡിസൈൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 4G വേരിയന്റിനേക്കാളും 5G വേരിയന്റിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനാണ് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് അത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അതെൻ്റെ കുറ്റമല്ല, എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 5G വേരിയന്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 1000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് കണ്ടിട്ട് നിങ്ങൾ 4G വേരിയന്റ് ഒരിക്കലും എടുക്കരുത്. എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ 5G വേരിയന്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.